അതിക്രൂരതയുടെ കൂട്ടക്കുഴിമാടമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥല എന്ന നഗരം. വിദ്യാർത്ഥികളടക്കം 100ഓളം പേരെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അവരുടെ മൃതദേഹം കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തലിൽ രാജ്യം മുഴുവൻ നടുങ്ങിയിരിക്കുന്നു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി കർണാടക വനിതാ കമ്മീഷൻ രംഗത്തെത്തി. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കയറി വരുന്നു. ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനെന്ന് പറയുന്നു. കാര്യം തിരക്കിയ പോലീസുകാർ പോലും ഞെട്ടുന്നതായിരുന്നു അയാളുടെ വാക്കുകൾ. 1998, 2014 കാലയളവിൽ നടന്ന അരും കൊലകളുടെ ദൃക്സാക്ഷി താനെന്ന് വെളിപ്പെടുത്തൽ. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടേറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതിൽ പല മൃതദേഹങ്ങളും കുഴിച്ചു മൂടിയതും താനാണെന്ന് പറയുന്നതോടുകൂടി കാര്യങ്ങൾക്ക് ഗൗരവമേറുന്നു. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ ജോലിസ്ഥലത്തെ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നാണ് വെളിപ്പെടുത്തൽ. വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട ഇയാൾ വക്കീൽ മുഖേനയാണ് പോലീസിനെ സമീപിച്ചത്. ഇതോടെ ചുരുളഴിഞ്ഞത് 14 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ക്രൂര കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. കുറ്റബോധം തോന്നുകയും ഇരകൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹത്തിലുമാണ് ഒരു പതിറ്റാണ്ടിനു ശേഷം ഇയാൾ പോലീസിനെ സമീപിച്ചത്. വെളിപ്പെടുത്തലിന് ശേഷം തനിക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ തന്റെ സൂപ്പർവൈസറാണ് ഉത്തരവിട്ടിരുന്നത്. പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും ഇയാൾ പറയുന്നു. യൂണിഫോമും ബാഗും ഉൾപ്പെടെയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കത്തിച്ചത്. വസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ മൃതദേഹങ്ങളും കൂട്ടത്തിലുണ്ടായിരുന്നു. ആത്മഹത്യയോ മുങ്ങിമരണമോ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമം നടന്നതിന്റെ പാടുകളും മറ്റും കണ്ടു തുടങ്ങിയതോടെയാണ് സംശയം തോന്നിയതെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നു. ആദ്യമൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ വിസമ്മതിച്ചെങ്കിലും തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത് എന്നാണ് വെളിപ്പെടുത്തൽ. ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി പിന്നീട് കുടുംബത്തോടെ നാടുവിട്ടുവെന്നാണ് പറയുന്നത്. എന്നാൽ ഈ കേസിലെ ഏക ദൃക്സാക്ഷിയായ ഇയാൾ ഇപ്പോൾ എവിടെയെന്ന് കൃത്യമായി അറിയില്ലെന്നാണ് ധർമ്മസ്ഥല പോലീസ് പറയുന്നത്. ഇയാൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണമെങ്കിൽ ഇയാൾ എവിടെയെന്ന് അറിയണം. കൃത്യമായി എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തതെന്ന് അറിയണം. എന്നാൽ നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് കർണാടക വനിതാ കമ്മീഷൻ ആരോപിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നിവേദനം നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ശക്തമാക്കണമെന്നാണ് ആവശ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.